ബി.ജെ.പി. നേതൃത്വവുമായി ഇടഞ്ഞ പാർട്ടി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രമേ ശേഷിക്കുകയാണ് ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരുടെ നീക്കം. കഴിഞ്ഞ കുറെ നാളുകളായി ബി.ജെ.പി. നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു സന്ദീപ് വാര്യർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ ഇരിപ്പിടം നൽകാതിരുന്നതിനെ തുടർന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി. വിടുന്നു എന്ന തരത്തിൽ അഭ്യൂഹം ശക്തമായത്. തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് കണക്കിലെടുക്കാൻ പോലും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചു. താൻ മാനസികമായി വല്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. അമ്മ മരിച്ചപ്പോൾ സി കൃഷ്ണകുമാർ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഫോണിൽ പോലും വിളിച്ചിരുന്നില്ലെന്നും സന്ദീപ് വാര്യർ വിമർശിച്ചു. ഇതിന് പിന്നാലെ സന്ദീപ് വാര്യർ വൈകാതെ തന്നെ ബി.ജെ.പി. വിടുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ട ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ പ്രചരിച്ചിരുന്നത്. പാർട്ടിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് CPM നേതാവുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത്.